NACC ജനറൽ സെക്രട്ടറിയാണ്. ഇന്ദിരാഗാന്ധിയാണ് എന്നെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത്. ഇന്ദിരാഗാന്ധി രക്ഷാക്ഷത്തിന് ശേഷം രാജീവ് ഗാന്ധിയും എന്നെ ജനറൽ സെക്രട്ടറിയാക്കി. എനിക്ക് എന്ന ജില്ല ചുമതലയോ കേരളം ഒഴിച്ചുള്ള തെക്കേ ഇന്ത്യ മുഴുവൻ 7 വടക്കേഷ്യൻ സംസ്ഥാനങ്ങൾ പിന്നെ ആൻഡമാൻ ദ്വീപുമാണ്. യാത്ര മിക്കവാറും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഇന്നത്തെ പോലെ ഉള്ള കാലമല്ല. ടെലിഫോൺ വിളിച്ച് കാത്തിരിക്കണം. മണിക്കൂറുകൾ കാത്തിരുന്നാലാണ് കണക്ഷൻ കിട്ടുക. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എപ്പോഴും മഴയും ഇടിയും മിന്നലുമാണ്. അങ്ങനെയുള്ള ആ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞാൻ പോയിരിക്കുന്നത്. അപ്പോഴാണ് ഒരു ദിവസം ബഷീറിൻ്റെ ടെലിഫോൺ വരുന്നത്. എൽസി പ്രസവിച്ചിരിക്കുന്നു എറണാകുളത്തെ ശിശുരാറൂമിൽ. എനിക്ക് കുട്ടിയുണ്ടായിരിക്കുന്നു. അപ്പോൾ എന്നെ ആദ്യമായി അറിയിച്ചത് ബഷീറാണ്. ഇത് കഴിഞ്ഞ് കുടുംബമായി. കുടുംബത്തുണ്ടാകുന്ന എല്ലാ ക്രൈസിസിലും നാട് മുഴുവൻ ഓടി നടക്കുന്ന എൻ്റെ കുടുംബം നോക്കിയത് ബഷീറിൻ്റെ സഹധർമ്മിണിയും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സുഹറയാണ്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി, എൻ്റെ കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം നോക്കി സുഹറയാണ്. എനിക്കതിനിടയ്ക്ക് 90 ഇപ്പോൾ ചിക്കൻ ബോക്സും പിടിപെട്ടു. കുടുംബം നാട്ടിലാണ്. ചിക്കൻ ബോക്സ് പിടിക്കുക, ഒറ്റയ്ക്ക് താമസിക്കാൻ. എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചത് തലേക്കുന്നേൽ ബഷീറും സുഹറയുമാണ്. ചിക്കൻ ബോക്സ് പിടിച്ച് ഒറ്റപ്പെട്ട് ഡൽഹിയിലെ സൗത്ത് ടൗണിലെ 135 ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന എൻ്റെ ചിക്കൻ ബോക്സ് കഴിയുന്നത് വരെ എന്നെ രക്ഷിച്ചത് ബഷീറും സുഹറയുമാണ്. അതാണ് ഞങ്ങളുടെ ബന്ധം. ആ ബഷീർ വളരെ ആവശ്യം ചിറയൻകീഴിൽ നിന്ന് MP ആയി. ഒരിക്കൽ തോറ്റുപോയി. പിന്നെ ഇലക്ഷൻ വന്നു. ബഷീർ നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ടിക്കറ്റ് കൊടുത്തില്ല. ബഷീർ വഴങ്ങിയില്ല, പ്രൊട്ടസ്റ്റ് ചെയ്തില്ല, കരഞ്ഞില്ല, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല. ബഷീർ അങ്ങനെ ശാന്തനായി ഇരുന്നു. അന്നത്തെ കാലം ഇന്നത്തെ കാലവും കൂടെ ആലോചിക്കണം. ഓർക്കാപ്പുറത്ത് MLA ആയി. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി രാജിവെക്കുന്നു. പിന്നെ ടിക്കറ്റ് നിഷേധിക്കുന്നു. അപ്പോഴും പരിഭവമില്ല. ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് പുല്ലമ്പാറയിൽ എസ്റ്റേറ്റും പുരയിടമൊക്കെ ഉണ്ടായിരുന്ന സമ്പന്നനായ ഒരു വ്യക്തിയാണ് തലക്കുന്ന ബഷീർ. അവസാന കാലത്ത് മരിക്കുമ്പോൾ എന്തുണ്ടായിരുന്നു ഷംസീനെ? ബാക്കിയെല്ലാം വിറ്റു ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്. രാഷ്ട്രീയം കൊണ്ടൊന്നും നേടിയിട്ടില്ല. രാഷ്ട്രീയം സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, ത്യാഗമാണ്. രാഷ്ട്രീയം ത്യാഗമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച മഹാനായ ഒരു വ്യക്തിയാണ് ശ്രീ തലേക്കുന്നേൽ ബഷീർ. ഈ കാലത്ത് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഈ കാലം ഇലക്ഷൻ കാലം അധികം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള ബഷീറാണ്. ചെറുപ്പം മുതലേ വായനാശീലമുള്ള ആളാണ്. എല്ലാം വായിക്കുക മാത്രമല്ല, എഴുതുകയും ചെയ്യും. അദ്ദേഹത്തിന് ഏറ്റവും ആരാധ്യ പുരുഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ബഷീർ എപ്പോഴും പറയുമായിരുന്നു, ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഭാരതത്തിൻ്റെ സ്ഥിതി എന്ന്. അദ്ദേഹം പറഞ്ഞു ശരിയാണ്. ആദ്യം നെഹ്റു അല്ലായിരുന്നു 1900 വിഭജന കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ ഈ രാജ്യം ഇന്ത്യ ഇന്ന് കാണത്തില്ലായിരുന്നു. ഈ സംശയമില്ല. ഇന്ത്യ അന്ന് തകരാതിരിക്കാൻ കാരണം, സമുദായമായി നൽകാൻ കാരണം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് തന്നെയാണ്. എനിക്ക് സംശയമില്ല. നെഹ്റുവിൻ്റെ ആരാധകനാണ് ബഷീർ. അദ്ദേഹം ആരാധ്യ പുരുഷൻ നെഹ്റുവാണ്. അതിൻ്റെ കാരണം നെഹ്റുവിൻ്റെ ആശയങ്ങളാണ്. രാഷ്ട്രനിർമ്മാണമല്ല, അതിനേക്കാൾ പ്രധാനം നെഹ്റുവിൻ്റെ മതേതരത്വത്തിലുള്ള വിശ്വാസം, ബഹുസ്വരതയിലുള്ള വിശ്വാസം. ഇത്രയേറെ വൈവിധ്യമുള്ള രാജ്യത്ത് നെഹ്റുവിൻ്റെ ആശയങ്ങളല്ലാതെ
ഏകത്വത്തിൻ്റെ ആശയങ്ങൾ ദീർഘകാലം നിൽക്കില്ല, എന്നെങ്കിലും അവസാനിക്കും. അവസാനിക്കുന്ന വളരെ ഭയാനകമായ ഷോക്കോടുകൂടിയായിരിക്കും ഒരു പക്ഷേ നെഹ്റുവിൻ്റെ ആശയങ്ങൾ എല്ലാ കാലത്തിലേക്കും. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഭരിച്ചാലേ പാവങ്ങൾ ഗതിയുള്ള മുദ്രാവാക്യവുമായി ഡൽഹി തെരുവിൽ കൂടി പ്രകടനം നടത്തി ബഷീറിനെ ഓർക്കുന്നുണ്ട്. രാജീവ് ഗാന്ധിയെ അദ്ദേഹം അതുപോലെ ആരാധിച്ച നേതാവാണ്. രാജീവ് ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹത്തെ എഴുതിയ പുസ്തകം ഇന്നും ചെറുപ്പക്കാർ വായിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ എല്ലാം അനുയായി മാത്രം ആരാധകനായിരുന്നു. എനിക്ക് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളത്, രാഷ്ട്രീയ ഇലക്ഷൻ കാലമാണെങ്കിലും സൂര്യകൃഷ്ണമൂർത്തി എത്തിക്കൊണ്ട് ഞാൻ അധികം വരാൻ ആഗ്രഹിക്കുന്നു. അത് നല്ലതല്ല സാംസ്കാരിക രംഗത്ത് അധികം രാഷ്ട്രീയ മനുഷ്യരിൽ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് ഓണവും വിഷുവും പെരുന്നാളുകളും ഈസ്റ്ററും ക്രിസ്മസും എല്ലാവരും എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. ആ കേരളത്തിൽ ആ പാരമ്പര്യം നിലനിർത്തണം. കേരളത്തിൻ്റെ ആ പാരമ്പര്യം, അതിന് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഏകത്വം മാത്രം പറയുന്നവർ, നാനാത്വത്തിൽ വിശ്വസിക്കാവുന്നവർ, വൈവിധ്യത്തിൽ വിശ്വസിക്കാവുന്നവർ, മതത്തിൽ വിശ്വസിക്കാവുന്നവർ കേരളത്തിൽ അവർക്ക് വേരുണ്ടാകാൻ പാടില്ല. അവർക്ക് അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടാകാതിരുന്നാൽ ഏറ്റവും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയാനുണ്ട്. പക്ഷേ പറയേണ്ട വേദി ഇതല്ല, ഇതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സൂര്യകൃഷ്ണമൂർത്തി എന്നെ സംബന്ധിച്ചൊരു അത്ഭുത മനുഷ്യനാണ്. 49 വർഷമായി ഞാൻ ചോദിച്ചതൊരു സൂര്യ നൃത്തോത്സവം നടക്കുകയാണ്. 49 വർഷമായി. എത്രമാത്രം കമ്മിറ്റ്മെൻറ്റ്, ഒരു താപസിയെ പോലുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ നടക്കുമോ? നമ്മളൊക്കെ ആരംഭശൂലത്തോടെ എന്തെല്ലാം പരിപാടി ആരംഭിക്കുന്നു, ഒക്കെ ഇട്ടെറിഞ്ഞു പോവും. പക്ഷെ സൂര്യ നൃത്തോത്സവം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ട് മാറുകയാണ്. എത്ര കലാകാരന്മാരെ വളർത്തി വലുതാക്കി. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം കൃഷ്ണമൂർത്തിയുടെ നേതൃത്വം നടക്കുന്ന സൂര്യ നൃത്തോത്സവം.